Hello friends, welcome to Riya's Kitchen Vibes. ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കോളിഫ്ലവർ ബജി ആണ്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി 1.5 കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടി ചേർക്കുകയാണ്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായം, ഇത്രയുമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഇപ്പം ചേർക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് വേണം. ഒരുപാട് വെള്ളം ആദ്യമേ ചേർത്ത് കളയരുത്. ഇപ്പം ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പൊ ബാറ്റർ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു ഇടത്തരം കോളിഫ്ലവർ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് 15 മിനിറ്റ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നതാണ്. എന്നിട്ട് ഒന്നുകൂടെ നന്നായി കഴുകിയെടുത്ത് ഇതുപോലൊരു പാത്രത്തിൽ വെള്ളവും വാർന്നു പോകാനായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്താൽ മതിയാവും. ചെറിയ കഷ്ണങ്ങൾ ആക്കണമെങ്കിൽ ആക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഒരു മീഡിയം സൈസ് ആയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഞാനിത് വേവിച്ചൊന്നും എടുക്കാനായിട്ട് പോകുന്നില്ല, നേരെ തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ലൂസായിട്ടിരുന്നാൽ നമുക്കിത് കോളിഫ്ലവറിൽ നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളം ഒരുപാട് ആദ്യമേ ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ബാറ്റർ ആക്കി എടുക്കണം. ഇപ്പം ഈ ബാറ്റർ നന്നായിട്ട് കോളിഫ്ലവറിൽ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഓരോ കഷ്ണങ്ങളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലായിരിക്കണേ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് ചുമക്കും, ഉള്ളൊന്നും വേവത്തുമില്ല, മാവും വേവത്തില്ല. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഒരു സൈഡ് ആയി വരുമ്പം തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യത്തെ ബാച്ച് ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ വറുത്ത് കോരാം. ഇപ്പോൾ കോളിഫ്ലവർ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 3-4 പച്ചമുളക് കൂടെ നീളത്തിൽ കീറി ഇട്ട് കൊടുക്കാം. ഇതും വറുത്ത് കോരിയെടുക്കാം. ഇങ്ങനെ പച്ചമുളകും കറിവേപ്പില ഇടുന്നത് ഒരു ഭംഗിക്ക് വേണ്ടിയല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കഴിക്കുന്ന കൂട്ടത്തിൽ പച്ചമുളകും കൂടെ കൂട്ടി കഴിക്കണം. സൂപ്പർ ടേസ്റ്റ് ആണ്. കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയേക്കുക. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. 4 മണിക്ക് ഒരു ചൂട് ചായയോടൊപ്പം ഇത് സൂപ്പറാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഒരു അടിപൊളി ഡിഷുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.